ഡൽഹിയിലെ ഫ്ളാറ്റിൽ നിന്ന് 4-ാം നിലയിൽ നിന്നും ഒരു 25 വയസ്സുകാരിയായ ഗർഭിണി വീണു മരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം ഒരു ഞെട്ടലായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എന്തായിരിക്കാം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ആദ്യം ചിന്തിച്ചത്. പിന്നാലെ ഇത് ആത്മഹത്യയാണോ എന്നുള്ള സംശയം വന്നു. അതിലൂടെ തന്നെ ആ പെൺകുട്ടി എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുക എന്ന ചിന്ത. ഒരു ജീവനല്ല, 2 ജീവനാണ് അവിടെ നഷ്ടമായത്. ശരിക്കും പറഞ്ഞാൽ ഇനി ആ പെൺകുട്ടി എടുത്തുചാട്ടത്തിന്റെ പുറത്ത് പോയതാണോ എന്ന് പോലും ആർക്കും അറിയില്ല. ആർക്കും അതിനെപ്പറ്റി വലിയ നിശ്ചയമില്ല എന്ന് പറയുന്നതായിരിക്കാം ഒരുപക്ഷെ ശരി. ഡൽഹിയിൽ ഫ്ളാറ്റിലെ 4-ാം നിലയിൽ നിന്ന് വീണ് മരിച്ച 25-കാരി ഗർഭിണിയാണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ ഈ വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുന്നതായി മാറുന്നു. വടക്കുകിഴക്കൻ ഡൽഹിയിലെ മുസ്തഫാബാദിൽ സംഭവം നടന്നു. അപകടത്തിന് തൊട്ടു പിന്നാലെ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നും പറയുന്നു. പോലീസ് തന്നെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. 3 മാസം മുൻപാണ് യുവതി വിവാഹിതയായതെന്ന് പോലീസ് പറയുന്നു. സ്ത്രീധനത്തെ ചൊല്ലി ഭർത്താവും വീട്ടുകാരും ചേർന്ന് യുവതിയെ പീഡിപ്പിച്ചിരുന്നതായി യുവതിയുടെ കുടുംബം ആരോപിച്ചു. യുവാവുമായി പ്രണയത്തിലായിരുന്ന യുവതി 3 മാസം മുൻപാണ് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. എന്നാൽ വിവാഹം കഴിഞ്ഞ 1 മാസം തികയുന്നതിനു മുൻപ് ഭർത്താവും കുടുംബവും സ്വർണം പണവും ആവശ്യപ്പെട്ട് യുവതിയെ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങിയെന്ന് യുവതിയുടെ കുടുംബം ആരോപിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ യുവതി കടുത്ത പീഡനം നേരിട്ടിരുന്നതായും മരിക്കുന്നതിനു മുൻപുള്ള ദിവസങ്ങളിൽ വലിയ വഴക്കുകൾ നടന്നിരുന്നതായും യുവതിയുടെ വീട്ടുകാർ പറയുന്നു. അവൾ 4-ാം നിലയിൽ നിന്നാണ് താഴേക്ക് വീണത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ആ വീട്ടിൽ കടുത്ത തർക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ്റെ സഹോദരനും അമ്മ മറ്റു ബന്ധുക്കളും അവിടെ പോയിരുന്നു. മരിച്ച യുവതിയുടെ സഹോദരി വാർത്താ ഏജൻസിയായ PTAയോട് പ്രതികരിച്ചു. തൻ്റെ മകൾ ഭർത്തൃവീട്ടിൽ പീഡനങ്ങളെക്കുറിച്ച് പലതവണ പരാതിപ്പെട്ടതായി തന്നെ മാതാവ് ഭയമില്ലാതെ വെളിപ്പെടുത്തുകയായിരുന്നു അവിടെ ചെയ്തത്. ദിവസങ്ങളായി വീട്ടിൽ കടുത്ത തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അറിഞ്ഞതിലൂടെ തന്നെ സംശയം നിഴലടിക്കുകയാണ് എന്ന് തന്നെ പറയാം. തൻ്റെ മകൾ ഭർത്തൃവീട്ടിൽ പീഡനങ്ങളെക്കുറിച്ച് പലതവണ പറയുകയും പരാതിപ്പെടാൻ ഞങ്ങൾ തയ്യാറായതുമാണ്. ഞാൻ അവളെ കാണാൻ പോയപ്പോൾ അവൾ തന്നെ പീഡിപ്പിച്ചുവെന്നവൾ പറഞ്ഞു. അവരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞവൾ കരഞ്ഞു. അവൾ ഗർഭിണിയായിരുന്നു. ഞങ്ങളുടെ മകൾക്ക് നീതി വേണം എന്നാണ് മാതാവ് പറയുന്നത്. സംഭവത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചതായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അറിയിക്കുന്നുണ്ട്. കേസ് നിലവിൽ അന്വേഷണത്തിലാണ്. കുടുംബാംഗങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തിയാണ് അന്വേഷണം തുടരുന്നത്. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്.